പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാവിലെ വിക്രം റെഡിയായി അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇത് കാണുന്ന വേദ ഓടി വന്ന് പറയുന്നുണ്ട്, വിക്രം പുറത്തേക്ക് പോവുകയാണോ? എങ്കിൽ ഞാനും വരുന്നു, എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, എന്താ ഇന്നൊരു പ്രത്യേകത? ഇന്നും നീ അമ്പലത്തിലേക്ക് പോകുന്നത് എൻ്റെ കൂടെയാണോ? അല്ലല്ലോ, നീ ഓട്ടോ വിളിച്ചിട്ടല്ലേ പോവാറ്, ഇന്നും അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയെന്ന് പറയുകയാണ്. അതെന്താ, നിൻ്റെ കൂടെ എനിക്ക് വന്നാൽ എന്താ കുഴപ്പം? അതെ, ഓട്ടോ ചാർജെങ്കിലും ലാഭിക്കാമല്ലോ, നീ അതുവഴിയല്ലേ പോകുന്നത്, അപ്പോൾ എന്നെ ഒന്ന് അവിടെ ഇറക്കി വിട് എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം അത് പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, അതെ വിക്രം, നീ വേദ പറയുന്നത് കേൾക്ക്, നീ ആ വഴിക്കല്ലേ പോകുന്നത്, വേദയൊന്ന് കൊണ്ടുപോ. നീ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേദയെ കൂടെ പോവും. അപ്പോൾ എനിക്ക് ക്ഷീണം വരും, എന്തൊരു വെയിലാണെന്നറിയോ, അപ്പോൾ എനിക്ക് ക്ഷീണം വന്ന് ഞാൻ കുഴച്ചിലൊക്കെ എനിക്ക് വരും, എൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ, അത് വേണോ അതോ നീ അവളെ കൊണ്ടുപോകണോ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിക്കുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, അതെ അമ്മേ, ഇപ്പോൾ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഒരു ശീലമായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അമ്മ സംസാരിക്കാറില്ലല്ലോ, ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ എനിക്കിതൊക്കെ പഠിപ്പിച്ചു തന്നതേ എൻ്റെ വേദമോള, നിന്നെ അനുസരണയുള്ളവനാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ അനുസരിക്കൂ എന്ന് അവൾ പറഞ്ഞു തന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറയാണ്. അപ്പോൾ വിക്രം വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയൊന്ന് വന്ന് തൊലയ്ക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ വേദ സന്തോഷത്തോടെ വിക്രമിൻ്റെ പിറകെ ഓടിച്ചെല്ലുക കേട്ടോ. അപ്പോഴേക്കും ശ്രീജയും കമലാമ്മയും കൂടെ ഇവർ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് വേഗം ഉമ്മറത്തേക്ക് വരികയാണ്. അപ്പോൾ വേഗം തന്നെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോവാം കേട്ടോ കമലാമ്മയ്ക്കൊക്കെ. അവർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ പോകുന്നത് കണ്ടിട്ട്. ബൈക്കിൽ പോകുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രം, ഇപ്പോൾ സ്ത്രീകൾ പിറകിലിരിക്കുമ്പോൾ എങ്ങനെ ബൈക്ക് ഓടിക്കണം എന്നൊക്കെ പഠിച്ചൂലേ, ഇങ്ങനെ തന്നെ വേണ്ടത്, ഇങ്ങനെ ഒരു മിതമായ അളവിലൊക്കെ ഡ്രൈവ് ചെയ്യണം, എല്ലാം ശീലമായിക്കോളും എന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ഞാനെല്ലാം പഠിച്ചു, ഇതിനെ സ്പീഡിൽ ഓടിക്കുമ്പോഴേ നീ എൻ്റെ ദേഹത്ത് വന്ന് തട്ടുകയല്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നത് പറയാണ്. വേദ പറയുന്നുണ്ട്, പിന്നെ ഞാൻ നിങ്ങളുടെ ദേഹത്ത് വന്ന് തട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുകയല്ലേ ഇപ്പോൾ വിക്രം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയും വണ്ടി കൈ കാട്ടുന്നുണ്ട്. അങ്ങനെ നിർത്തിയിട്ട് വണ്ടിയുടെ ലൈസൻസും എൻ്റെ അടുത്ത് ലൈസൻസും ഇൻഷുറൻസിൻ്റെ ഇതും പേപ്പേഴ്സും എല്ലാം ചോദിക്കുന്നുണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രം, അപ്പോൾ ഹെൽമെറ്റിന് 500 രൂപയാണ് ചാർജ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വണ്ടിയിലിരുന്ന ഓഫീസർ ഇവരെ കാണുകയാണ്. വിക്രമിനെ എല്ലാ ഓഫീസറും ശ്രദ്ധിക്കുന്നത് വേദയാണ്. വേദയുടെ മുഖത്തും ഒരു ശരിയല്ലാത്ത നോട്ടം നോക്കുകയാണ്. ഇത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, വിക്രമും കാണുന്നുണ്ട്. വേദ സാരിയെല്ലാം ഒതുക്കി നേരെയാക്കിയിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ വേദ ഒരു കുസൃതി ഒപ്പിക്കുന്നുണ്ട്. വേദ ലൈവിൽ പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നോട്ടം ശരിയല്ല എന്ന് കാണുമ്പോൾ തന്നെ ഫോൺ എടുത്ത് ലൈവ് ഇടാണ്. അതാരും തന്നെ അറിയുന്നില്ല. ഓഫീസർ വന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. വിക്രമിൻ്റെ അടുത്താണ് സംസാരിക്കുന്നതെങ്കിലും നോട്ടം മുഴുവൻ വേദയുടെ ശരീരത്തിലും മുഖത്തൊക്കെ തന്നെയാണ്. അത് കാണുന്ന വിക്രം വേദയുടെ മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ഓഫീസർക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ലൈസൻസ് എടുത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേപ്പർ എടുത്ത് ചീന്തി കളയാണ്. അങ്ങനെ എവിടെയാടാ പേപ്പർ, എടുക്കെന്ന് പറയുകയാണ് വിക്രമിൻ്റെ അടുത്ത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാറ് തന്നെയല്ലേ അതിപ്പോൾ കീറിക്കളഞ്ഞ്, ഇനി എന്താ എൻ്റെ അടുത്ത് പേപ്പർ ചോദിക്കുന്നത്, എല്ലാം തന്നതല്ലേ ഞാനൊരു ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ക്യാഷ് ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുകയാണ്. അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ അടുത്ത് അടി കൂടാട്ടോ. അങ്ങനെ വിക്രമിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വിക്രമിനെ കൊണ്ടുപോയി നന്നായി അടിക്കുന്നുണ്ട് കേട്ടോ. പെരുമാറുന്നുണ്ടെന്ന് വെച്ചാൽ നന്നായി അടിക്കുന്നുണ്ട്. ദേഹം മുഴുവൻ വേദനയും മുറിവും കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം വരികയാണ് വിക്രമിന്. അങ്ങനെ വേദ മേലുദ്യോഗസ്ഥനെ കണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അവരെയും കൊണ്ട്. അദ്ദേഹം പോലീസ് ഓഫീസർ നന്നായി വഴക്ക് പറയാട്ടോ. വിക്രമിനെ വെറുതെ കള്ളക്കേസ് കുടുക്കിയിട്ട് പറഞ്ഞിട്ട് ജയിലിലിട്ടതിനും അടിച്ചതിനുമൊക്കെ നന്നായി വഴക്ക് പറയുന്നുണ്ട്. സോറി പറയുന്നുണ്ട് വേദ. അങ്ങനെ അദ്ദേഹം സോറി പറയാണ് വിക്രമിൻ്റെ അടുത്ത്, എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ലൈവ് ഓഫ് ചെയ്യാൻ പറയാട്ടോ. ലൈവിലാണ് എന്ന് പറയുമ്പോൾ ലൈവ് ഓഫ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഓഫീസർക്കെതിരെ കേസ് എടുക്കുകയാണ്. അങ്ങനെ വിക്രമിനെയും കൊണ്ട് വേദയും
വിക്രമിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വീട്ടിലേക്ക് വരികയാണ്. വിക്രമിന് തീരെ നടക്കാനൊന്നും പറ്റുന്നില്ല. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേദ ഞാൻ പിടിക്കാമെന്ന് പറയുന്നത്, പക്ഷേ വിക്രമിൻ്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല, വേണ്ടാന്ന് പറയാൻ. അങ്ങനെ വിക്രമിൻ്റെ ഫ്രണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് കാണുന്ന കമലാമ്മയും ഓടി വരുന്നുണ്ട്. എൻ്റെ മോനെ, എൻ്റെ വിക്രം എന്ത് പറ്റി ഇത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ വേദ പറഞ്ഞു കൊടുക്കുകയാണ് കമലാമ്മയ്ക്ക്. വേദ പറയുന്നുണ്ട്, അമ്മേ ഇത് വിക്രമിൻ്റെ കയ്യിലുണ്ടായ തെറ്റല്ല, അദ്ദേഹം എന്നെ എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറിയതുകൊണ്ട് വിക്രം പ്രതികരിച്ചതാണ്, അല്ലാതെ വിക്രമിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് സമാധാനമാവുന്നുണ്ട്. പക്ഷേ എങ്കിലും മകൻ്റെ വേദനയും എല്ലാം കാണുമ്പോൾ കമലാമ്മയ്ക്ക് വിഷമാവുകയാണ്. ഇങ്ങനെ ഞാൻ ചൂടുവെള്ളം വെച്ച് ആവി പിടിച്ചു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ വിക്രമിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വിക്രം അങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. കമലാമ്മ ചൂടുവെള്ളത്തിൽ തുണി മുക്കി അങ്ങനെ ആവി പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ, കമലാമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ, നിന്നോട് ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഇനി ഇങ്ങനെയൊന്നും അടിപിടിക്കൊന്നും ഒരു കേസിനും നീ പോവരുത്, അമ്മയ്ക്കൊരു സമാധാനമില്ല, നിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മേ ഇതെൻ്റെ തെറ്റല്ല, ഈ പിശാചിനോട് ചോദിച്ചു നോക്ക്, അവൾ പറഞ്ഞു തരും എന്താ അവിടെ ഉണ്ടായി എന്നുള്ളത്, ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അമ്മ ഇങ്ങനെ കരയുന്ന ഇത് ചെയ്യുന്ന കാണുമ്പോൾ വേദ പതുക്കെ കമലാമ്മയുടെ അടുത്ത് വന്നിട്ട് ചുണ്ടിലിങ്ങനെ വിരൽ വെച്ചിട്ട് പറയും, അമ്മ മിണ്ടല്ലേന്ന് ഇങ്ങനെ ആക്കി കാണിക്കും. അപ്പോൾ കമലാമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ കിഴി എടുത്തിട്ട് വേദയുടെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ വേദ അത് വാങ്ങിച്ച് വിക്രം അറിയാണ്ട് കിഴി പിടിച്ചു കൊടുക്കുകയാണ്, ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മ ആദ്യം കിഴി പിടിച്ചപ്പോൾ എനിക്ക് വേദനിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഇതാണ് പാകം, ഈ പാകത്തിൽ അങ്ങനെ ചെയ്തോളൂ, എനിക്ക് നല്ല സുഖമുണ്ടെന്ന് പറയാണ്. അപ്പോൾ വേദ ഇത് കണ്ടിട്ട് ഇങ്ങനെ സങ്കടം വരിക കേട്ടോ. വിക്രമിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് വിക്രമിൻ്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ വിക്രം അത് അറിയുമ്പോൾ പറയുന്നുണ്ട്, അമ്മ കരയണ എന്തിനാണ്, അമ്മ കരയല്ലേ, കരയാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട, പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ വേഗം തന്നെ വേദ കണ്ണ് തുടയ്ക്കുന്നുണ്ട്. അപ്പോഴും വിക്രമിൻ്റെ വിചാരം കിഴി പിടിക്കുന്നത് അമ്മയാണെന്നാണ്, വേദയാണെന്ന് വിക്രം അറിയുന്നില്ല. പിറ്റേന്ന് രാവിലെ വിക്രം അങ്ങനെ താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. എന്നിട്ട് കിച്ചണിൽ വേദയും പിന്നെ കമലാമ്മയും ശ്രീജയും എല്ലാവരും പാചകം ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ എനിക്ക് കാപ്പി വേണം, പിന്നെ ഇന്നലെ ഉണ്ടല്ലോ അമ്മ ആവി പിടിച്ച് തന്നപ്പോഴേ എനിക്ക് നല്ല സുഖമുണ്ട് കേട്ടോ, ഇന്ന് നല്ല ആശ്വാസമുണ്ട് എൻ്റെ ദേഹത്ത്, വേദനയ്ക്ക് കുറവുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പരസ്പരം വേദയും കമലാമ്മയും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, കാപ്പി കുടിക്കണ്ട, ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നീ കഴിക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ട് ശ്രീജ, ഇത് കഴിക്കുമെന്ന് പറയാണ് വിക്രമിൻ്റെ അടുത്ത്. അത് സൂപ്പ് ഒരു വായിൽ വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഇഷ്ടമാവുക കേട്ടോ വിക്രമിന്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീജേച്ചി ഇതുവരെ ഇതിൽ ടേസ്റ്റിൽ സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ ഇത് വേദ പറഞ്ഞ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും ഇതിൻ്റെ കൂട്ടൊക്കെ പറഞ്ഞു തന്നത് വേദയാണെന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ വേദയെ. എന്നിട്ട് പറയും, ആര് പറഞ്ഞതാണെങ്കിലും ഉണ്ടാക്കിയത് ശ്രീജേച്ചിയല്ലേ, അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാണ്. വിക്രം അങ്ങനെ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് അങ്ങോട്ട് ബഹളം വെച്ചിട്ട്, എവിടെ അവൻ എന്താ ചെയ്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ബഹളം വെച്ചിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരിക കേട്ടോ. നീ ഇവിടെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്തൊക്കെയാണ് നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്, നാട്ടുകാരെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞ് നടക്കുന്നത്, നീ പിന്നെ അടിയുണ്ടാക്കാൻ പോയില്ലേ, പോലീസിനെ അടിച്ചോ നീയല്ലേ, എന്നിട്ട് സ്റ്റേഷനിലും കയറി അവരുടെ അടിയും കൊണ്ട് വന്നിരിക്കുക, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ബഹളം വെക്കുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ വേദ പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ചൂടാവുക കേട്ടോ വേദയുടെ അടുത്ത്. നീയൊന്നും മിണ്ടാതിരിക്കവിടെ, ഞാൻ നിൻ്റെ അടുത്തല്ല സംസാരിക്കുന്നത്, ഇവൻ്റെ അടുത്താണ്, ഇവൻ പറയട്ടെ, ഈ തെമ്മാടി പറയട്ടെ, ഇവൻ കള്ളനാണ്, തെമ്മാടിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നടക്കും, ഇവൻ എന്നെ നാണം കെടുത്തിയില്ലേ
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വിക്രമിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സഹിക്കത്തില്ല. തെറ്റ് വിക്രമിൻ്റെ ഭാഗത്ത് ശരി മാത്രമേ ഉള്ളൂ, തെറ്റില്ലെന്ന് വേദയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഒച്ചത്തിൽ സംസാരിക്കാൻ നിർത്താച്ച എന്ന് പറയുമ്പോൾ, നീ എന്താ എൻ്റെ അടുത്ത് ഇത്രയ്ക്കും ശബ്ദമുയർത്തി സംസാരിക്കുന്നത്, നീ അത്രയ്ക്കായോ എന്ന് ചോദിക്കുകയാണ്. എനിക്കങ്ങനെ സംസാരിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല, പക്ഷെ അച്ഛൻ എന്താ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ അത് കേൾക്കാത്തത്. ഇതിന് അച്ഛൻ്റെ മോൻ്റെ ഭാഗത്ത് വിക്രമിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാനുണ്ടായിരുന്നു വിക്രമിൻ്റെ കൂടെ. ഞാനവിടെ സംഭവിച്ചത് എന്താണെന്ന് എല്ലാം ഞാൻ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ ഞാനിങ്ങനെ പറയുന്നത്. എൻ്റെ അടുത്ത് അയാളെ മര്യാദയില്ലാതെ പെരുമാറിയത് കൊണ്ട് മാത്രമാണ് വിക്രമൻ ഇതിനെ പ്രതികരിച്ചത്. അച്ഛൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിക്കുക പെരുമാറുക ചെയ്താൽ അച്ഛൻ നോക്കി നിൽക്കുമോ? അതിന് പ്രതികരിക്കില്ലേ? അത്രയാണ് വിക്രമൻ ചെയ്തിട്ടുള്ളൂ എന്ന് വേദ പറയുക കേട്ടോ. അപ്പോൾ മാഷൊന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മയും പറയും, മാഷ് സംസാരിച്ചോളൂ, പക്ഷെ എന്താ സംഭവം ഉണ്ടായി എന്നുള്ളത് കേട്ടിട്ട് സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട് കമലാമ്മ. അപ്പോൾ മാഷ് പിന്നെയും പറയുക കേട്ടോ, ഞങ്ങളാരും എന്നെ പഠിപ്പിക്കണ്ട, എന്താണ് ഇവിടെ നടന്നതെന്നൊക്കെ എനിക്കറിയാം. നീയേ ഇവനെ ഇന്നലെ 1 മാസമല്ലേ ആയിട്ടുള്ളൂ കണ്ടിട്ട്, അതോ 2 മാസമോ? ഞാനിവനെ പ്രസവിച്ച അന്ന് മുതലേ കണ്ടു തുടങ്ങിയതാ. ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം, എന്നോളം ആർക്കും അറിയില്ല. നീ ഇവനെ നന്നാക്കിയെടുക്കാൻ വേണ്ടി വന്നവളല്ലേ. ഇവൻ നന്നാവുമെന്ന് നീ വിചാരിക്കണ്ട, നിൻ്റെ ജീവിതം പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ വന്ന വഴിക്ക് തന്നെ പോയിക്കോ എന്ന് നിന്നെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേദയുടെ അടുത്ത് ഇങ്ങനെ ചൂടാവുകയാണ് മാഷ്. വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. മാഷ് കുറേ വഴക്ക് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് വിക്രം വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? അതിനുള്ള അർഹത നിനക്കില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാ. അദ്ദേഹത്തിന് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. നീ അതിനെ തർക്കുത്തരം പറയാൻ അത്രയും നീ വളർന്നിട്ടില്ല എന്ന് പറയുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് സങ്കടമാവും കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിക്രമിൻ്റെ വിഷമം കാണുമ്പോഴും അവൾക്ക് സങ്കടം വരുന്നുണ്ട്.